മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്. കലമിന് സാധാരണഗതിയിൽ രണ്ട് ചലനങ്ങളുണ്ട്. ഒന്നാമത്തെ ചലനം എന്ന് പറയുന്നത് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കുള്ള ദീർഘമായ സഞ്ചാരം. അതാണ് ഒന്നാമത്തെ ചലനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ അലിഫ് എഴുതുമ്പോൾ അലിഫിന്റെ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗത്ത് വരെയുള്ള കലമിന്റെ ചലനം, അങ്ങനെ ദീർഘമായ ഒരു ചലനം ഉണ്ടാവും. ഓരോ ലെറ്റർ എഴുതുമ്പോഴും ആ ലെറ്ററിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയുള്ള അതിന്റെ ചലനം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ദീർഘമായ ചലനം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ കലമിന്റെ ഒന്നാം ചലനം. ഇനി കലമിന്റെ രണ്ടാം ചലനമുണ്ട്. ഈ ദീർഘമായ ചലനങ്ങൾക്കിടയിൽ കലമ് രണ്ട് ഭാഗങ്ങളിലേക്കായി ഇടക്കിടക്ക് ചെരിയുന്നത് കാണാം. ഈ ചെരിച്ചിൽ വരുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ കലമിന്റെ നിബിന്റെ വലിപ്പം എത്രയാണോ ആ കലമ് നേരെ താഴോട്ട് വലിച്ചാൽ ഒരേ അളവിലുള്ള വരയായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ അളവിൽ വ്യത്യാസം നമുക്ക് വരുത്തണം. കാരണം അങ്ങനെ വരുത്തിയാലേ നമുക്ക് വേണ്ട രൂപത്തിൽ അക്ഷരങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ഇതേ കലം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യത്യസ്ത വീതിയിലുള്ള വരകളെ സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിനുള്ള ഉത്തരം ഈ രണ്ടാം ചലന നിയമമാണ്. ഒന്നാം ചലനം ആ ദീർഘമായ ആ ചലനങ്ങൾക്കിടയിൽ കലം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് കൃത്യമായി നമുക്കത് മനസ്സിലാകും. അങ്ങനെ ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നാം ചലന നിയമം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ രണ്ടാം ചലന നിയമം ആരും എഴുതുമ്പോൾ ശ്രദ്ധിക്കൂല. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കാലിഗ്രഫി എഴുതുമ്പോൾ കൂടുതൽ നമുക്ക് പരിശീലനം കുറെ ദീർഘമായ വർഷങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നത്. എന്നാൽ കാലിഗ്രഫിയിൽ പരിശീലനം നിർബന്ധമാണ്, ഒരുപാട് കാലം പരിശീലിക്കണം എന്നത് ശരി തന്നെ. പക്ഷെ എങ്കിൽ കൂടി ഈ രണ്ടാം ചലന നിയമം മനസ്സിലാക്കിയാൽ കുറെ കൂടി നമുക്ക് എളുപ്പമായി തീരും കാലിഗ്രഫി പഠനം. അതുകൊണ്ട് രണ്ടാം ചലന നിയമം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ദീർഘമായ ഒന്നാം ചലനത്തിന്റെ ഇടയിലൂടെ തന്നെ സംഭവിക്കുന്ന രണ്ടും ഒപ്പമാണ് സംഭവിക്കുന്നത്. രണ്ട് ചലനവും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ആ ഒന്നാം ചലന സമയത്ത് തന്നെ കലമ് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ചരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ട്. ഇത് നമുക്ക് ആ ലെറ്റർ കൂർപ്പിക്കാനോ ലെറ്ററിന്റെ അറ്റം കൂർപ്പിക്കാനോ അല്ലെങ്കിൽ ലെറ്ററിന്റെ ചില ഭാഗങ്ങളിൽ വീതി കുറക്കാനോ തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് നമുക്കിത് ഈ ചലനം ആവശ്യമായി വരുന്നത്. ഇങ്ങനെ രണ്ട് ചലനങ്ങൾ കലമിനുണ്ട് എന്നത് നമ്മൾ